Radio City Originals. Made in Kerala, made in Kerala. Hi, this is Sanish Bhaskaran and Swagatam everyone to Radio City Original Made in Kerala, powered by Joy Alucas, the world's favorite jeweler. Let's connect with iconic Malayalis who have made Kerala proud across the globe. മലയാളിയാണോ എന്ന ചോദ്യത്തിന് ഇവർ പറയുന്നത് ഒരു ഉത്തരമാണ്. അതെ, മലയാളിയാണ്. The guest on today's episode of Radio City Made in Kerala, powered by Joy Alucas, is somebody who prefers to stay invisible most of the time. He made black look extremely colorful. In fact, convinced Ranbir Kapoor to stand in a towel and Shah Rukh Khan to wear a wig. If you personally ask me, I think God could not be everywhere. That's the reason why he created brilliant cinematographers like him, so that our world looks picture perfect. Ladies and gentlemen, Chedamare Chechimare, we have with us India's legendary cinematographer and Malayaliകളുടെ സ്വന്തം Ravi K. Chandran. Sir, നമസ്കാരം. നമസ്കാരം. എങ്ങനെയുണ്ട്? സുഖമായിട്ടിരിക്കുന്നു സർ. എനിക്ക് ഒരു കൺഫെഷൻ ഉണ്ട്, ഒരു ബിഗ് കൺഫെഷൻ ആണ്. ദിസ് ഈസ് എ സൂപ്പർ ഫാൻ ബോയ് മൊമെന്റ് ഫോർ മീ. കാരണം സാറിന്റെ ഒപ്പം ഒരു ഫ്രെയിം ഷെയർ ചെയ്യുക, ഈവൻ ഓൺ എ സൂം എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് എ വേൾഡ് ടു മീ. താങ്ക് യു വെരി മച്ച്. യൂഷ്വൽ നമ്മുടെ ഒരു ഇന്റർവ്യൂ പാറ്റേൺ ഉണ്ട് സർ, പക്ഷെ സാർ ആയതുകൊണ്ടും നമുക്ക് അങ്ങനെ പോകാൻ പറ്റില്ല. ബിക്കോസ് യു ബിലീവ് ഇൻ ബീങ് അൺകൺവെൻഷണൽ. അപ്പൊ നമുക്കും കുറച്ച് സീൻസ് ഒക്കെ മാറ്റാനുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഇന്റർവ്യൂ നമ്മൾ സീൻസ് ആയിട്ട് കുറച്ച് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. എന്ന് വെച്ചാൽ സീനുകളിൽ ചോദ്യങ്ങളുണ്ട് സർ. ചോദ്യങ്ങൾ എന്ന് പറയുന്നത് സാറിന്റെ ലൈഫിലുമായി ബന്ധപ്പെട്ട ചില ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ കണക്ട് ചെയ്തുകൊണ്ട് വരികയാണ്. അതിന്റെ ഉത്തരങ്ങൾ സാറിന്റെ ലൈഫ് തന്നെയാണ്. അപ്പൊ തുടങ്ങിയാലോ സർ? തുടങ്ങാം. സർ, പത്മിനിയമ്മയുടെയും കുഞ്ഞമ്പലയുടെയും മകനായ രവിയുടെ കുട്ടിക്കാലം ഒരു ഫ്ലാഷ് ബാക്ക് ആണ് സർ. അതിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. സാറിന്റെ ഫ്രെയിമുകളെ പോലെ തന്നെ എൻഗേജിങ്ങും സിനിമാറ്റിക്കും ആയിരുന്നു സാറിന്റെ കുട്ടിക്കാലം. ഞാനാണ് ലാസ്റ്റ് കിഡ് അറ്റ് ഹോം. ഐ എം ദ സെവൻത് കിഡ്. ഞങ്ങളുടെ വീട്ടിലെ ഒരു പെട്ടായിട്ടാണ് എന്നെ നോക്കിയത് എല്ലാവരും. അതെ, ഇളയ കുട്ടിയാകുമ്പോ ഫുൾ ഫ്രീഡം എല്ലാം കിട്ടിയിരുന്നു. അപ്പൊ apparently my father's business was going down, and when I was born it picked up again. Okay. So even more leverage they were giving it to me, I believe. So അങ്ങനെ കുട്ടിക്കാലത്ത് വന്നിട്ട് എന്താ ബാബുവേട്ടൻ വന്നിട്ട് സ്റ്റിൽ ഫോട്ടോഗ്രാഫി ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നിട്ട് വീട്ടിലെ തന്നെ ഈ ലാബൊക്കെ വെച്ചിട്ട് പുള്ളി ഞങ്ങളൊക്കെ ഫോട്ടോ എടുത്തിട്ട് ട്രിക്ക് ഫോട്ടോഗ്രാഫി ഒക്കെ ചെയ്തിട്ട് പുള്ളി വീട്ടിലെ തന്നെ പ്രിന്റ് ചെയ്ത് ആ ഫോട്ടോസ് ഒക്കെ ഞങ്ങൾക്ക്. അപ്പൊ അങ്ങനെ കുറെ കുട്ടിക്കാലത്ത് കുറെ ഫോട്ടോസ് കിട്ടിയിരുന്നു ഞങ്ങൾക്ക്. ഞങ്ങളുടെ ഫോട്ടോസ്, ഫാമിലി ഫോട്ടോസ്, എല്ലാവരും ഞങ്ങളൊക്കെയാണ് മോഡൽസ് പുള്ളിക്ക്. എന്റെ ഫാദർ ഒരു ചെറിയ റെസ്റ്റോറന്റ് ആണ് നടത്തിയത്. അപ്പൊ ആൻഡ് ഇറ്റ്സ് എ ജോയിന്റ് ഫാമിലി, ലോട്ട് ഓഫ് പീപ്പിൾ വർ ദേർ. വീട്ടിലെ ചിറ്റപ്പന്മാര്, അങ്കിൾസ്, ഇവരൊക്കെ എപ്പോഴും ട്രാഫിക് ആണ്. വീട്ടിലെ ഒരു 10 ആളുകൾ കാണും. അപ്പൊ എവറിബഡി ഹാസ് ഗോട്ട് ദെയർ ഓൺ ക്യാരക്ടേഴ്സ്. ഈച്ച് വൺ ഹാസ് ഗോട്ട് എ ഡിഫറെന്റ് ക്യാരക്ടേഴ്സ്. ഒരാള് സ്ട്രിക്റ്റ് ആയിരിക്കും, ഒരാള് ചിറ്റപ്പന്മാരെ ഓരോരാളും ഒരു ടൈപ്പില് ബിഹേവ് ചെയ്യും. സോ സിൻസ് ഐ വാസ് ദ ലാസ്റ്റ് കിഡ് ഐ വാസ് വെരി പാമ്പേർഡ്. അപ്പോ എന്റെ ബ്രദർ വന്നിട്ട് നോക്കിയാൽ സ്കൂളിലൊക്കെ ഭയങ്കര ടോപ്പർ ആയിരുന്നു. കാരണം സ്കൂളിലൊക്കെ പുള്ളിയുടെ നെയിമാണ് ആദ്യത്തെ നെയിമായിരുന്നു ബോർഡിൽ ഇടാൻ തുടങ്ങിയപ്പോ. ഫസ്റ്റ് നെയിം ഈസ് നെയിം രാമേന്ദ്ര ബാബു. സോ ഓൾ മൈ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ഹാവ് ടു ഗോ ത്രൂ ഇൻ ദ സ്കൂൾ. എല്ലാരും വിളിച്ചോണ്ട് പോയി കാണിക്കുന്നത്, നിന്റെ ബ്രദർ കണ്ടില്ല, നന്നായിട്ട് പഠിക്കാനാണ് കുട്ടിയാണ്, നീയൊക്കെ എന്താ ഇത്ര മാർക്ക് വായിക്കുന്നത്. സോ ഹി വാസ് എ ബെഞ്ച് മാർക്ക് ഇൻ ദ സ്കൂൾ as well as in our life also. Like, you know, because when my brother started shooting films at the age of 19 itself, വിദ്യാർത്ഥികളെ ഇതിലെ നമ്മുടെ ജോൺ അബ്രഹാമിന്റെ ഫിലിം ചെയ്തപ്പോ he was studying in second year in film institute. He was 19 years old. So 19 years old അപ്പൊ 1970-ലൊക്കെ ക്യാമറമാൻ ആകണമെങ്കിൽ ഭയങ്കര മിറാക്കിൾ ആണ്. True, very true. അങ്ങനെ by the age of 21 ദ്വീപ് എന്ന പടത്തിന് പുള്ളി സ്റ്റേറ്റ് അവാർഡ് വാങ്ങിക്കുന്നു, കേരള സ്റ്റേറ്റ് അവാർഡ്. സോ അത്രയ്ക്കും പോപ്പുലർ ആണ് പുള്ളിയുടെ തുടക്കം, കോളേജ് കരിയർ എല്ലാം അവാർഡ് വിന്നിംഗ് ഫിലിംസ് ആയിട്ട് തുടങ്ങി. ബൈ ദ ഏജ് ഓഫ് 21 years someone is getting a Kerala state award those days in black and white കളറിന് പുള്ളിക്ക് ദ്വീപിന് കിട്ടി. അപ്പോ അതാണ് ബെഞ്ച് മാർക്ക് ഞങ്ങളുടെ വീട്ടില്. അപ്പൊ പുള്ളിയുടെ ഇത് അത് കാരണം ഞങ്ങളൊക്കെ even when I started my career, even now people don't always compare me with my brother's work, and it is impossible to get those kind of directors, Bharathan, MT Vasen, KG George, you know, IV Shashi, ഇങ്ങനത്തെ ലോഹിദാസ്, ഇങ്ങനെ
ആര്യൻ സാർ ഇങ്ങനെ ഭയങ്കര ഡയറക്ടേഴ്സിന്റെ കൂടെ വന്ന് പുള്ളി വർക്ക് ചെയ്തത്. അപ്പൊ പുള്ളിയുടെ റേഞ്ച് ഭയങ്കരമായിരുന്നു ആ സമയത്ത്. ഇപ്പോ ഞങ്ങളൊക്കെ കയറി വന്നപ്പോ ഒരു കമേഴ്ഷ്യൽ സിനിമയിലാണ് കയറി വന്നത്. ഞാനിപ്പോ കയറി വന്നത് ഷാജിയുടെ കൂടെ ആണ് കയറി വന്നത്, ഷാജി കൈലാസിന്റെ കൂടെ. അപ്പൊ നമ്മളെല്ലാം ഭയങ്കര ഇങ്ങനത്തെ ആക്ഷൻ പടങ്ങളും ഇതൊക്കെ എടുത്തിട്ടാണ്. അപ്പൊ ഈവൻ മോർ കമ്പാരിസൺ ഇസ് ഈവൻ മോർ യുനോ ഹയർ ഇങ്ങനത്തെ വരുമ്പോ. സോ അപ്പൊ ഞങ്ങളുടെ വീട്ടിലെ എപ്പോഴും പുള്ളി കുറെ ബുക്സ് ഒക്കെ കൊണ്ടുവരും. ഈ അമേരിക്കൻ സിനിമാറ്റോഗ്രാഫർ മാഗസിൻ, ലൈഫ് മാഗസിൻ, സ്പുട്നിക്, അങ്ങനെ കുറെ മാഗസിൻ വരുത്തും വീട്ടില്. അപ്പൊ എല്ലാ മാഗസിനിലും ഇങ്ങനെ ഫോട്ടോഗ്രാഫിനെ കുറിച്ചും ഇതിനെ കുറിച്ചും കുറെ ബുക്സ് ഒക്കെ ഉണ്ടായിരുന്നു വീട്ടില്, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോ പുള്ളി. അപ്പൊ ഐ ഹാവ് ഗ്രോൺ അപ്പ് റീഡിങ് ദോസ് മാഗസിൻസ്, ബുക്സ്. അപ്പൊ ഞാൻ വില്ലേജിൽ ഉള്ളപ്പോഴേ അവിടെ ഒരു ഡ്യൂറിംഗ് തിയേറ്റർ ഉള്ള സമയത്ത് എനിക്ക് ഗൊഡാർഡ്, ട്രൂഫോ, ഇങ്ങനത്തെ യുനോ ഗ്രേറ്റസ്റ്റ് ഫ്രഞ്ച് ന്യൂ വേവ് ഫിലിം മേക്കേഴ്സിനെ കുറിച്ചൊക്കെ എനിക്ക് അപ്പോഴേ ഈ പേരുകളൊക്കെ നമ്മുടെ കാതിൽ വീഴാറുണ്ട്. നമ്മൾ അവരുടെ പടം കണ്ടിട്ടില്ലെങ്കിലും. ആ സമയത്ത് എന്ത് പ്രായം ഉണ്ടായിരുന്നു? എന്റെ ഒരു 10 years കാണും. ഇറ്റ്സെൽഫ് ഐ വാസ് സോ ആ സമയത്ത് തന്നെ വില്ലേജില് വി ഡോണ്ട് ഈവൻ ഐ നെവർ ഈവൻ സീൻ എ ടെലിഫോൺ. അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോഴും എനിക്ക് ഹു ആർ ദീസ് പീപ്പിൾ, ഫ്രഞ്ച് ന്യൂ വേവ് എന്താ, അങ്ങനെയൊക്കെ ഇതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു എക്സ്പോഷർ വലുതായിരുന്നു. ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവന്റെ പേര് മുരളി എന്നാണ്. ഈ മുരളി എന്നെങ്ങനെയെന്ന് വെച്ചാൽ ഒരു തിയേറ്ററിൽ വന്നിട്ട് ഓപ്പറേറ്ററിന്റെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തു. അപ്പൊ ഇവനെ ഇങ്ങനെ കളിക്കാൻ വരുമ്പോ ആ മുരളി വന്നിട്ട് ഈ കത്തിപ്പോവല്ലോ തിയേറ്ററിലെ ഹീറ്റില്, അപ്പോഴൊക്കെ ഫിലിം കത്തിപ്പോവും. അതിനെ കട്ട് ചെയ്ത് ആ ഫ്രെയിംസ് ഒക്കെ തരും. അപ്പൊ ഞങ്ങള് ആ ഫ്രെയിമിനെ വന്നിട്ട് ഒരു കാർഡ്ബോർഡിന്റെ ബാക്കില് കട്ട് ചെയ്തിട്ട് അത് ഒട്ടിക്കും. ഒട്ടിച്ചിട്ട് ഈ ബൾബ് എടുത്തിട്ട് ബൾബിന്റെ മുകളില് ഫിലമെന്റ് ഒക്കെ എടുത്തിട്ട് ഒട്ടിട്ട് അതിനെ വെള്ളം ഒഴിച്ച് ഒരു സ്ഥലത്ത് തൂക്കിയിടും. അതാണ് ലെൻസ്. അപ്പോ ഇത് സെൻട്രൽ കോട്ടയാട്ടിൽ വന്നിട്ട് നടുമുറ്റത്ത് വെയിൽ വരുമ്പോ ഒരു മിറർ, ഷേവിംഗ് മിറർ വെച്ച് ഇതിലടിക്കും. അടിച്ചിട്ട് ഈ ബൾബ് പിടിച്ചിട്ട് വലിയ വാളില് ഒരു മുണ്ട് എടുത്ത് കെട്ടിയിട്ട് അതിൽ നമ്മൾ പ്രൊജക്ട് ചെയ്യും. നമ്മുടെ വീട്ടിലെ ടി വി ഒക്കെ അല്ലാതെ കാലത്ത് നമ്മുടെ MGR, ശിവാജിയൊക്കെ വീട്ടിന്റെ നടുമുറ്റത്ത് വരുമ്പോ അത് ഭയങ്കര ഇതായിരുന്നു, ഫുൾ സ്ക്രീനിൽ. അതിന് ഇപ്പൊ നമ്മൾ ഇവിടെ ഈ പിടിച്ചിരിക്കുന്ന ഇതിലെ ഡയലോഗ് എഴുതും, വില്ലന്റെ ഡയലോഗും. ആ ഡയലോഗ് ഇങ്ങോട്ടൊക്കെ പറയും, പിന്നെ അടുത്ത് കേൾക്കും. സോ വി യൂസ് ടു ഹാവ് എ ഫിലിം ഷോ ലൈക്ക് ദാറ്റ്. സോ വി യൂസ് ടു ഗെറ്റ് എക്സൈറ്റഡ്. നമ്മൾ കാണുന്ന വലിയ ഹീറോസ് നമ്മുടെ വീട്ടിന്റെ അകത്ത് വന്നു. ഇപ്പൊ ടി വി ഉള്ളത് കാരണം they may not relate to it, the joy we had, that excitement, your hero you can touch the screen എന്ന് പറയുമ്പോ അതിനൊരു ഇതുണ്ടായിരുന്നു, ഒരു എക്സൈറ്റ്മെന്റ്. സോ ദാറ്റ് ഈസ് വി യൂസ് ടു. സോ അപ്പൊ 3 പൈസ 3 ഫ്രെയിം കിട്ടും. ഈ കടയില് 3 പൈസ കൊടുത്ത 3 ഫ്രെയിം കിട്ടും. റാൻഡം ഫിലിംസിന്റെ ഇതായിരിക്കും. അതെടുത്ത് കളക്ട് ചെയ്ത് ഞങ്ങൾ ഒരു ഡിഫറെന്റ് ഫിലിംസിന്റെ ഒരു ഇതൊക്കെ വെച്ച് ഒരു സ്റ്റോറി ഉണ്ടാക്കി അത് വെച്ച് പറയും ഇങ്ങനെ. സോ ദിസ് വിൽ ഹാപ്പൻ എവറി സൺഡേ ബിക്കോസ് വി ഡോണ്ട് ഹാവ് ഡേ ടൈമില് അവിടെ സ്കൂളിലുള്ളത് കാരണം ഹോളിഡേസിലൊക്കെ ഇത് ഇടും. ഇപ്പൊ ഇതിന് ഡാർക്കൻ ചെയ്യേണ്ട കാര്യമില്ല, ബിക്കോസ് അപ്പോഴൊക്കെ ഓട് വീടില്ലേ. അപ്പൊ നടുമുറ്റത്ത് ഡാർക്കായിരിക്കും അവിടെ. അപ്പൊ ഈ ഇതിട്ട ഇമ്മീഡിയറ്റ്ലി ഒരു ചെറിയ മിറർ കാരണം അത്രേ ലൈറ്റ് വരുള്ളൂ, ഒരുപാട് ലൈറ്റ് പോകത്തില്ല. ശരിക്കും പറഞ്ഞാൽ തിയേറ്ററിൽ എക്സ്പീരിയൻസ് തുടങ്ങിയ പറയാം അല്ലേ? അതെ, ഡാർക്ക്. ഇത് മുകളിലൊക്കെ ഈ ഗ്ലാസ് ഇതൊക്കെ കാണാം, അതിലൊന്നും ലൈറ്റ് ഒക്കെ വരില്ല, അത് വെച്ചിട്ടൊക്കെ ലൈറ്റ് ഇടും. സോ അപ്പോഴും സൺലൈറ്റ് കാണുന്നതാണ് ഞങ്ങളുടെ മെയിൻ പരിപാടി. മുകളിലേക്ക് ഇങ്ങനെ നോക്കും, സൺലൈറ്റ് ക്ലൗഡ് വരുന്നത്. ക്ലൗഡ് വന്നാൽ വെയിറ്റ് ചെയ്യണം. അത് ഇപ്പോഴും തുടരുന്നുണ്ട്. ഇപ്പോഴും പടം എടുക്കുമ്പോ നമ്മള് അത് നോക്കുന്നു, സൺലൈറ്റ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. സോ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എ ജോയ്. സോ അപ്പൊ ഞാൻ എന്റെ ഈ മുരളിയുടെ റൂം ഇവിടെ പോയിട്ട് ഞാൻ എപ്പോഴും പടം കാണും. പകുതി പടം കാണാൻ പറ്റുള്ളൂ, ബിക്കോസ് ഞാൻ വീട്ടിൽ തിരിച്ചു വരണം. അവിടെയൊക്കെ ഒരു ഷോ ഉള്ളു. നൈറ്റില് ഒരു ചിലപ്പോൾ നല്ല പടം വരുന്ന 2 ഷോ കാണും, അല്ലെങ്കിൽ ഒരു ഷോ ഉള്ളു. 6 മണിക്ക് തുടങ്ങി 10 മണിക്ക് തരും. ഇത് ഡ്യൂറിംഗ് തിയേറ്റർ ആണ്, സൈഡിലൊക്കെ ഓപ്പൺ ആണ്. താഴെ സാൻഡ് ഒക്കെ ഇട്ടിരിക്കും, ചില ചെയർസും കുറെ ബെഞ്ച് ടിക്കറ്റ് ഒക്കെ ഉണ്ട്. ആ തിയേറ്റർ ആണ്. അതിൽ സ്ലൈഡ് ഒക്കെ മാറ്റേണ്ടി വരും. ഇന്റർവെല്ലില് ബിഗിനിങ് സ്ലൈഡ് ഇടും. നമ്മളിപ്പോ അഡ്വർടൈസ്മെന്റ് കാണുന്ന സ്ലൈഡ് ഇടും. സ്ലൈഡ് ഇട്ട് ഒരാളിരുന്ന് വോയിസ് ഒക്കെ പറയും, കാഞ്ചന സ്റ്റോഴ്സ് ഇവിടെ ഇത് കിട്ടും, മറ്റേത് കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഒരാളിരുന്നിട്ട്. അപ്പൊ ഞങ്ങള് അവിടെ ഇരുന്നിട്ട് ഇത് ബോക്സിലിരുന്ന് പടം കണ്ടിട്ടുണ്ട്. ഷർട്ടൊക്കെ ഊരി വെച്ചിട്ട് വിയർത്തി കൊട്ടി. അപ്പൊ ഒരു പടം പകുതി വരെ 5 ദിവസം കൂടി 5 ദിവസം ആ പടം കാണും. ഫുൾ പടം കാണാൻ പറ്റില്ല, വീട്ടിൽ അലോ ചെയ്താലും ഫുൾ പടം കാണാൻ പറ്റും. സോ ഇങ്ങനെ ഞങ്ങള് ഒരു കുട്ടിക്കാലം കംപ്ലീറ്റ് ഇങ്ങനെ പോയി. ഒരുപാട് പടങ്ങൾ പകുതിയെ കണ്ടിട്ടുള്ളൂ. ഞാൻ പിന്നെ ഇങ്ങനെ ഗ്രോൺ അപ്പ് ഐ സെലക്ടഡ് ദോസ് സർട്ടൻ ഫിലിംസ് ഫുള്ളായിട്ട് കണ്ടില്ലേ ലേറ്റർ ആയിട്ട്.
So it's very clear to say that, sir, in the chat and influence you kind of shaped up your life just the way it is right now. The love for Yes. camera and cinema happened right from there. നന്ദിയുടെ കാര്യം പറയുമ്പോഴാണ് സർ, ബാഹുബലി എന്ന സിനിമ ഉണ്ടല്ലോ, അത് സിനിമാ പ്രേമികൾ കണ്ടപ്പോൾ നന്ദി പറഞ്ഞത് രണ്ടുപേരോടാണ്. ഒന്ന് രാജ്മൗലി എന്ന ഡയറക്ടറും അതിൽ ആർട്ട് ഡയറക്ടറായ സാബു സിറിലിനോടും. സാബു സിറിൽ നന്ദി പറയുന്നത് രവി കെ ചന്ദ്രനോടാണെന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. കാരണം സിനിമയിലേക്കുള്ള എൻട്രി പോയിന്റിന് സാറിന്റെ ഒരു റോൾ, അതിലൊരു കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു എന്നാണ് സാറിന്റെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കുട്ടി ഒരു ഉത്തരവായിട്ട് ഞാൻ അവിടെ കേട്ടിട്ടുണ്ട്. അതിന് സത്യം എന്താ സർ? അതെന്താ, സാബു ഞാൻ കോളേജ് ടൈമിലെ ഫ്രണ്ട്സ് ആണ്, എന്റെ വീടിന്റെ അടുത്തായിരുന്നു. സാബു യൂസ് ടു മേക്ക് ലോട്ട് ഓഫ് മെനു കാർഡ്, 5-star ഹോട്ടലിന്റെ മെനു കാർഡ്സും അത് ഇതൊക്കെ ഉണ്ടാക്കും. അപ്പൊ എന്നെ ഫോട്ടോ എടുക്കാൻ വിളിക്കും, ഫുഡ് ഫോട്ടോഗ്രാഫി ചെയ്യാൻ. അപ്പൊ ഫുഡ് ഫോട്ടോഗ്രാഫി ചെയ്യണമെങ്കിൽ ഇപ്പോഴൊക്കെ കളറൊക്കെ ടച്ച് ചെയ്യാമല്ലോ, കറക്ഷൻ ചെയ്യാം. അപ്പോൾ കറക്റ്റ് ആയിട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ കൊള്ളുന്ന മാതിരി തോന്നില്ല. ഇപ്പോഴൊക്കെ ഡിജിറ്റലി യു കൻ കറക്റ്റ്. ഫിലിമിലാണ് എടുക്കുന്നത്. അപ്പൊ എന്റെ അടുത്ത് ക്യാമറ അല്ല, എന്റെ കൈമൽ എന്നൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അയാളുടെ അടുത്ത് പോയി ക്യാമറ വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്യും. അതിനുവേണ്ടി ബുക്കൊക്കെ വാങ്ങിച്ച് പഠിച്ച് എങ്ങനെ ചെയ്യണം എന്നൊക്കെ, ഫുഡ് എങ്ങനെ കുക്ക് ചെയ്യണം. ഒരുപാട് നല്ല കുക്ക് ചെയ്ത ഫുഡ് കഴിക്കാൻ ഫോട്ടോഗ്രാഫിയിൽ നല്ലതായിരിക്കില്ല. പകുതി കുക്ക് ചെയ്തിട്ട് ചിക്കനൊക്കെ കാണിച്ചാൽ കണ്ട എഡിബിൾ ആയിട്ട് തോന്നും. അങ്ങനെ തുടങ്ങിയത്. അപ്പൊ ഞാൻ രാജീവ് മേനോന്റെ കൂടെ അസിസ്റ്റന്റ് ആയിട്ട് ജോയിൻ ചെയ്ത സമയത്ത്, അഡ്വർടൈസിങ് ഫിലിംസ് ഒക്കെ എടുത്തോണ്ടിരുന്ന സമയത്ത് അവിടെ ഒരു ആർട്ട് ഡയറക്ടർ ഉണ്ടായിരുന്നു. അയാള് പടം കിട്ടിപ്പോയി. അപ്പൊ ഞങ്ങൾക്ക് ഒരു ആർട്ട് ഡയറക്ടർ ആവശ്യമാണ്. അപ്പൊ രാജീവ് പറഞ്ഞ് ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് സാബു സിറിൽ, പുള്ളി ആർട്ടിസ്റ്റിക് ആണ്, പക്ഷെ ആർട്ട് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടില്ല. അപ്പൊ അവന്റെ അടുത്ത് ഞാൻ ചോദിക്കാന്ന് പറഞ്ഞു. ഞാൻ സാബുവിന്റെ അടുത്ത് സാബു ഒന്ന് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ സാബു ഞങ്ങളുടെ ടീമിലെ ആർട്ട് ഡയറക്ടറായിട്ട് ചേർന്നു. അപ്പൊ ഇങ്ങനെ ചേർന്ന് വന്നപ്പോൾ സാബു ഇട്ടിരുന്ന ഒരു സെറ്റ് കണ്ടിട്ട് ജിജോ വിളിച്ചിട്ട് ഒരു ജോബിനെ വിളിച്ച്, കുട്ടിച്ചാത്തൻ്റെ ജിജോയുടെ ആ പുള്ളി വിളിച്ച്. അത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോ അത് കണ്ടിട്ട് അങ്കിൾ ബണ്ണിനെ ചെയ്യാൻ വേണ്ടി പുള്ളി മോഹൻലാൽ ആ ഡ്രസ് ഉണ്ടാക്കണം, വണ്ണമൊക്കെ തോന്നിക്കാനായിട്ട് ആ ഡ്രസ് ഉണ്ടാക്കാൻ പോയി. അങ്ങനെ ഭരതേട്ടൻ കണ്ടിട്ട് അങ്ങനെ ഭരതേട്ടൻ വിളിച്ചിട്ട് ഒരു പടത്തിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഷാർക്ക് വേണമെന്ന് പറഞ്ഞപ്പോ ഏതോ ഒരു സീ ബേസ്ഡ് ഫിലിം നമുക്ക് അഭിനയിച്ച പടം. അങ്ങനെ ഒരു കരിയർ തുടങ്ങി പുള്ളി. അപ്പൊ ഞാൻ ജസ്റ്റ് ഞങ്ങളുടെ ടീമില് ഒരാൾ ഇല്ലാതെ കാരണം ഞങ്ങള് സാബിനെ ആർട്ട് ഡയറക്ടറായിട്ട് വിളിച്ചപ്പോ ആർട്ട് ഡയറക്ടറായിട്ട് പുള്ളി ചാടി വന്നു. അങ്ങനെയാണ് ഒരു വന്നത്. ബട്ട് വിത്തിൻ എ ഇയർ ഈ വന്ന സ്റ്റേറ്റ് അവാർഡ്, 2-3 കൊല്ലത്തിന് ശേഷം നാഷണൽ അവാർഡൊക്കെ വാങ്ങിച്ചു. അപ്പൊ സാബ് ഇസ് എക്സ്ട്രീംലി ടാലന്റഡ് ഗൈ. പുള്ളി ഫിലിം ഫാമിലിയാണ്. അപ്പൊ എന്നാലും ഒരു പുഷ് ആ ഫ്രണ്ട്ഷിപ്പിൽ ഇപ്പൊ നമ്മള് പറയത്തില്ലേ, ഇങ്ങനെ അങ്ങനെ വന്നതാണ്. സോ ഐ എം നോട്ട് റെസ്പോൺസിബിൾ ഫോർ ഹിസ് സക്സസ് ഓർ എനിത്തിങ്, ബട്ട് ഐ എം റെസ്പോൺസിബിൾ ഫോർ എ ഫ്രണ്ട്ഷിപ്പില് ഇങ്ങനെ ഒരാളെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പറഞ്ഞതാണ്. റെസ്റ്റ് ഓഫ് ദ തിങ് ഈസ് ഹിസ്റ്ററി. നൗ ഹി ഈസ് ദ ഗ്രേറ്റസ്റ്റ് ആർട്ട് ഡയറക്ടർ വി ഹാവ്. സർ, യൂഷ്വലി സാറിന്റെ അടുത്തേക്ക് ഒരു ഫിലിം വരുമ്പോ വെൻ യു സേ യെസ് ടു എ ഫിലിം, സർ, പിന്നീട് എന്താ സംഭവിക്കുന്നത്? വാട്ട് ഈസ് യുവർ പ്രോസസ് ഓഫ് ഫിലിം മേക്കിംഗ് ലൈക്ക്? ഹൗ ഡു ഡിസൈഡ് അപ്പോൺ ദി ഫ്രെയിംസ് ആൻഡ് ദി കളർ പാലറ്റ്സ് ആൻഡ് എവറിഥിങ് ആൻഡ് ഓൾ? ബിക്കോസ് ഐ നോ ഇറ്റ്സ് എ കൊളാബറേറ്റഡ് തിങ്. എന്നിരുന്നാലും സാറിന്റെ ഒരു മാജിക് അതെങ്ങനെയാണ് അത് ഡിസൈഡ് ചെയ്യുന്നത്? ബേസിക്കലി വാട്ട് ഹാപ്പൻസ് ഇസ് വെൻ സംബഡി ഗിവ്സ് എ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ നരേറ്റ് ചെയ്യുമ്പോൾ വി ഗെറ്റ് എ വിഷ്വൽ. ആസ് എ ക്യാമറമാൻ ഐ തിങ്ക് ഓഫ് ഇറ്റ്സ് ലൈക്ക് റീഡിങ് എ നോവൽ. നിങ്ങളുടെ നോവൽ വായിക്കുമ്പോൾ നമുക്കായിട്ടുള്ള കണക്റ്റഡ് വിഷ്വൽസ്, നമ്മുടെ ബുദ്ധിയിൽ ഉള്ള വിഷ്വൽസ് നമ്മൾ ആലോചിക്കും. Because we are grown up in a certain way. So it's a matter of taste എന്നൊക്കെ പറയാം. Because how much you are exposed to what kind of films you like, അതൊക്കെയാണ് ഇതിനെ ഡിഫൈൻ ചെയ്യുന്നത്. സപ്പോസ് സം പീപ്പിൾ ലൈക്ക് സ്ട്രോങ് കളേഴ്സ്, സം പീപ്പിൾ ഡോണ്ട് ലൈക്ക് സ്ട്രോങ് കളേഴ്സ്. വളരെ സട്ടിൽ പേസ്റ്റ് അവരുടെ പെയിന്റിങ്സ് ലൈക്കിങ്സിൽ നമുക്ക് അറിയാം. അവരുടെ ഡ്രസ്സിങ്, അവരുടെ ഐ ലൈക്ക് സ്ട്രോങ് കളേഴ്സ് ലിറ്റിൽ മോർ. ബീങ് എൻ ഇന്ത്യൻ, ഐ തിങ്ക് വി ആർ അസോസിയേറ്റ് വിത്ത് സ്ട്രോങ് കളേഴ്സ്. അങ്ങനെ ചിലർക്ക് വളരെ യൂറോപ്യൻ സ്റ്റൈലിലെ ഗ്രേസ് ആൻഡ് മെറൂൺസ് ആൻഡ് ബ്രൗൺസ് അങ്ങനെ തിങ്ക് ചെയ്യും. സോ ഈച്ച് വൺ ഹാസ് ഗോട്ട് എ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ടേക്ക് ഓൺ എ വിഷ്വൽ. ഇപ്പൊ നമ്മൾ ഒരു നോവൽ വായിക്കുമ്പോൾ ഒരാള് പാടത്തോടുകൂടി നടന്നു വരുന്നതെന്ന് പറഞ്ഞാൽ ഐ സീ ഇറ്റ് ഇൻ എ ഡിഫറെന്റ് വേ, യു സീ ഇറ്റ് ഇൻ എ ഡിഫറെന്റ് വേ, ഡയറക്ടർ സീസ് ഇൻ എ ഡിഫറെന്റ് വേ. വാട്ട് കൈൻഡ് ഓഫ് ലൈറ്റ്, അതൊക്കെ നമ്മൾ ഏത് സമയത്താന്ന് പറയുന്നത് ഡിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ചോദിക്കും ഇത് ഏർലി മോർണിംഗിലാന്ന് പറയുന്നത്, ഈവനിങ് ആണോ, നൈറ്റ് ആണോ, ഇല്ല നട്ടുച്ചയ്ക്കാണോ. So we'll ask the director. So we'll imagine this can be shot like this. അപ്പോൾ ഇങ്ങനെ ഒരു കോൺവെർസേഷൻ ഫസ്റ്റ് ഡയറക്ടറായിട്ട് കാണും. സം ഡയറക്ടേഴ്സ് വിൽ ഗിവ് യു സ്പെസിഫിക് കളർ പാലറ്റ്സ്. ഇതൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇങ്ങനത്തെ ഒരു പടം ഞാൻ ഉദ്ദേശിക്കുന്നത്. ചിലർക്ക് ജസ്റ്റ് ലെറ്റ് യു തിങ്ക് ആൻഡ് കം ബാക്ക്. സോ നമ്മൾ ഒരു സ്ക്രിപ്റ്റ് വായിച്ചിട്ട് നമ്മുടെ ഒരു കളർ പാലറ്റും റെഫറൻസിങ്ങും ഇതൊക്കെ റെഡിയാക്കിക്കൊണ്ട് ഡയറക്ടറിന്റെ അടുത്ത് സബ്മിറ്റ് ചെയ്യും. സോ ദീസ് ആർ ദ കളേഴ്സ് ഐ വാണ്ട് ടു അവോയ്ഡ്, ദീസ് ആർ ദ കളേഴ്സ് ഐ വാണ്ട് ടു യൂസ്. അങ്ങനെ പറയും.
അപ്പൊ അവര് അത് വേണോ വേണ്ട, ഈ ഇത്രയും ഓവറായിട്ട് കളർ പാലറ്റ് നോക്കണ്ട, ഈ കളേഴ്സ് ഒക്കെ യൂസ് ചെയ്യാം, നാച്ചുറൽ ആയിട്ട് ഇങ്ങനെ ആയിരിക്കുള്ളൂ, ചിലർ ആർഗ്യൂ ഒക്കെ ചെയ്യും. അപ്പൊ നമ്മൾ പറയും നാച്ചുറൽ ആയിട്ട് ഉള്ള ലൈഫിൽ മ്യൂസിക് ഇല്ലല്ലോ, അല്ലേ? ഒരാൾ മ്യൂസിക് ഇട, നമ്മള് ദേഷ്യം വരുമ്പോൾ വേറെ ഒരു മ്യൂസിക് ഒക്കെ വരുന്നുണ്ട്, അതൊക്കെ ഒരു ആർട്ടിഫിഷ്യാലിറ്റിയാണ്. അങ്ങനെ വരുമ്പോൾ സോ there's no rules as long as you bring the audience to a world. ഇപ്പൊ ഒരു ആ വേൾഡിലോട്ട് നമ്മൾ ഓഡിയൻസ് കൊണ്ടുവന്നാൽ അവർ പടം കണ്ടു, അവർക്ക് അതിൽ യാതൊരു ഇതുമില്ല. ഇപ്പൊ ഒരു ബാഹുബലിമാരി ഒരു സ്ഥലത്ത് ഓഡിയൻസിനെ കൊണ്ടുപോയി അവർ കാണും, ആരാധകരെ കൊണ്ടുപോയി അവർ കാണും. അതേ ഓഡിയൻസിനെ കൊണ്ടുപോയിട്ട് നമ്മുടെ മഹേഷിന്റെ പ്രതികാരോ അങ്ങനത്തെ ഒരു വേൾഡിലോട്ട് കൊണ്ടുപോയാലും അവർ കാണും. പ്രേമന്മാര് ഒരു വേൾഡിലോട്ട് കൊണ്ടുപോയി അവർ കാണും. ബിക്കോസ് യു ആർ ടേക്കിംഗ് ദ ഓഡിയൻസ് ടുവേർഡ്സ് വേൾഡ്. ആ വേൾഡ് അവർ ബിലീവ് ചെയ്താൽ പിന്നെ പടം മീറ്റാണ്. വിക്രംമാര് ഒരു പടത്തെ കൊണ്ടുപോയാൽ അവർ കാണും. അതേ ഓഡിയൻസ് പൊന്നിയിൻ സെൽവനും കാണുന്നുണ്ട്, RRRും കാണുന്നുണ്ട്, KGFും കാണുന്നുണ്ട്. സോ ദെയർസ് നോ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾസ്. ഈ കളർ പാലറ്റ് ഉള്ള പടം മാത്രം ഓടുന്നൊക്കെ ഒന്നുമില്ല. എങ്ങനത്തെ കളർ പാലറ്റ് ഉണ്ടെങ്കിലും പടം. സോ ദ ഇമാജിനേഷൻ ഈസ് അക്കോർഡിംഗ് ടു യുവർ ഐഡിയ ഓൺലി. വാട്ട് യു ഹവ് ഗോട്ട് ഇൻഫ്ലുവൻസ്, വാട്ട് ഈസ് യുവർ ഐഡിയ ഓഫ് ടെല്ലിംഗ് എ സ്റ്റോറി. അപ്പൊ ഇത് ആസ് ലോങ് ആസ് ഇറ്റ് ഡസന്റ് ഡിസ്റ്റർബ് ദ സ്റ്റോറി, the director is very clear about, I don't want this color palette to be ഒരു അഡ്വർടൈസിംഗിൽ വരുന്ന മാതിരി. ഇപ്പൊ റിൻ എന്ന് വെച്ചാൽ ഒരു വൈറ്റ് ആൻഡ് ബ്ലൂ റെഡ് അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ വരുന്നത് അങ്ങനെ വേണ്ട. പക്ഷെ വെരി സട്ട്ലി സംബഡി നോട്ടീസസ് ലേറ്റർ വിൽ ബി ബെറ്റർ. ഇപ്പൊ മണിരത്നത്തിന്റെ യുവ പടം ചെയ്തപ്പോൾ, സോ ഐ ഹാഡ് 3 color palettes we thought of shooting. So Mani sir said, I want reds and blacks in Abhishek Bachchan's character, whereas green is Ajay Devgan's character because he's calm and composed guy. This guy is very violent and edgy. So appo pullide ella handled വേറെ ഒരു വൈഡ് ആംഗിൾ ലെൻസസ് വെച്ച് ഷൂട്ട് ചെയ്തു. അപ്പൊ മോർ കമ്പോസ്ഡ് കോമ്പോസിഷൻ ആണ്, ഡോലി മൂവ്മെന്റ്സ് ഒക്കെയാണ് ഇയാൾക്ക് ഷൂട്ട് ചെയ്തത്, നമ്മുടെ അജയ് ദേവ്ഗണിന്. വേറെസ് വേൾഡ് അറൌണ്ട് ഹിം ഈസ് നോട്ട് ബോതേർഡ് അബൌട്ട് ദ വേൾഡ് അറൌണ്ട് ഹിം. അങ്ങനെ അന്ന് വിവേക് ഓബ്രയുടെ ക്യാരക്ടർ ഉണ്ട്. ഹി വാണ്ട്സ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ഇന്ത്യ, ഗോ ടു അമേരിക്ക, സെറ്റിൽ ഡൗൺ, ബി ഹാപ്പി. അപ്പൊ ഹി ഈസ് നോട്ട് ലുക്കിംഗ് അറൌണ്ട് ഹിംസെൽഫ്. സോ പുള്ളിയുടെ ലോട്ട് ഓഫ് ടെലിഫോട്ടോ ലെൻസിൽ ഷൂട്ട് ചെയ്ത്, ഷാലോ ഡെപ്തിൽ ഷൂട്ട് ചെയ്ത്, പിന്നെ പുള്ളിയുടെ കൂൾ ബ്ലൂ കളേഴ്സ് ആണ്, കൂളർ ടോൺസ് ഒക്കെയാണ്. പുള്ളി ഈസ് ചിൽഡ് ഔട്ട് ഗായ്, വെരി മോഡേൺ ഗായ്. സോ അപ്പൊ പുള്ളിയുടെ എല്ലാം അങ്ങനെ ടെലിഫോട്ടോ. വെൻ ഹി സ്റ്റാർട്ട് സീയിങ് ദ ആക്സിഡന്റ്, ദെൻ ഹി ഗെറ്റ് ഇൻവോൾവ്ഡ് where Ajay Devgan getting shot by Abhishek Bachchan character. Then this character opens up. He started seeing things. അപ്പൊ പുള്ളിയുടെ കുറച്ച് വൈഡ് ആംഗിൾ ലെൻസ് ഒക്കെ പോയി ഞങ്ങള് പുള്ളി എല്ലാ ക്യാരക്ടറിനും കൊണ്ടുവന്ന് മെർജ് ആക്കും. ഇതാണ് ഒരു ഐഡിയ. ബട്ട് വി ഡിഡ്ന്റ് വാണ്ട് ദ ഫിലിം, when you watch the film, people should notice later, not while watching. ഡിസ്റ്റർബ് ആകാതെ പടത്തിനെ ബ്ലെൻഡ് ചെയ്യണം. ഇതാണ് മണിസറിന്റെ ഒരു ബ്രീഫ്. സോ we were consciously not making it look like a advertising thing, but there is color palette. It is not color palette kept in the DA, and there's no DA. It is straight print. അപ്പൊ കറക്ഷൻ ഒക്കെ നമ്മൾ കോസ്റ്റ്യൂമിലും വെക്കുന്ന പ്രോപ്പർട്ടിയിലും കാണിക്കാൻ പറ്റുള്ളൂ. ഇപ്പോഴേ ഈസി ആയിട്ട് കളറൊക്കെ മാറ്റാൻ പറ്റും, അപ്പൊ ഒന്നും പറ്റില്ല. അപ്പൊ വി ഹാവ് ടു ഷൂട്ട് ഇറ്റ് പ്രോപ്പർലി. സോ ഈച്ച് ക്യാരക്ടർ വി ഷോട്ട് ഡിഫറെന്റ് ലെൻസസ്, ഡിഫറെന്റ് സ്റ്റോക്ക്. അപ്പൊ എല്ലാ സ്റ്റോക്കിനുള്ള നാച്ചുറൽ ആയിട്ട് വരുന്ന ഒരു ടെക്സ്ചർ ഒക്കെ വരും. High speed stock we shot for Abhishek Bachchan's character so that it looks grainy and rustic. So angana oru idilana shoot. So this is a film, when you're doing a film like Black, when he gave the script, I told him, Sanjay sir, 2 ways of looking at it. One is she is only wearing black. Other things are very bright colors, bright, sure. White. Everything is white. Nice sunlight is coming. Atom leaves are falling. And she's the only black element in the film. So rest of the people are wearing pastels, and so she's the only black. That is one point. Other one is everything black and browns and maroons, no reds. So he wanted to use both. He used both. In the hospital, only she's in black. Other things are white. The hospital sequence, every character is wearing white and pastels. Ivar matram black lor. But rest of the film, we didn't use any reds and all. So consciously we designed the whole film. So angane each one, see, if a director is interested, we can do those things. Ippozhokke engananu vecha all kind of genre films we are doing, like so adile color palettes okke valudayittu follow cheyunnilla. That's what I feel. I haven't come across a film where അങ്ങനെയാണ് നമ്മൾ ഒരു പടങ്ങളൊക്കെ അപ്രോച്ച് ചെയ്യുന്നത്. ഇപ്പൊ പുതിയതായിട്ട് ഞാൻ ചെയ്ത റീസെന്റ് ഫിലിംസിലെ അത്രയും കളർ സ്കീമൊക്കെ വലുതായിട്ട്
ഓക്കെ ജാനു വരെ ഞങ്ങൾ കളർ സ്കീം ഒക്കെ നോക്കി. Okay. പിന്നെ ഇപ്പോഴത്തെ വരുന്ന പടങ്ങളിലൊക്കെ എല്ലാം DA കറക്ഷൻ ചെയ്യാം, അത് ചെയ്യാം, നമ്മൾ വിചാരിക്കുന്ന കളർ അവർ മാറ്റുന്നത്. So there's no control over your visual media actually, unless you work with a director who's really particular about it. Okay. ഇനി ഞാൻ പറയാൻ പോകുന്ന സീനാണ് സർ. വിഷ്വലി സർ ഒന്ന് കാണേണ്ട സംഭവം. ആഫ്റ്റർനൂൺ ആണ് സർ. നല്ല നട്ടുച്ച സമയം, നല്ല ചൂടാണ് കേട്ടോ, നല്ലവണ്ണം വിയർക്കുന്നുണ്ട്, നല്ലവണ്ണം ദാഹിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ കയ്യിലൊരു ഗ്ലാസ്സിലെ നാരങ്ങ പിഴിഞ്ഞ് അതിലിച്ചിരി ഉപ്പിടുന്നു, എന്നിട്ട് തണുത്ത സോഡ അതിലേക്ക് ഒഴിക്കുകയാണ് സർ. ആ സോഡ നമ്മൾ മെല്ലെ കുടിക്കുകയാണ് സർ. ആ ഫീലിംഗ് കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ടോ? ഈ ഫീലിംഗ് ആണ് സർ 20 വർഷങ്ങൾക്ക് ശേഷവും ദിൽഷാത്തായി ഞങ്ങൾ ഇപ്പോഴും കാണുമ്പോഴും ഞങ്ങൾക്ക് കിട്ടുന്ന ഫീലിംഗ്. ദിസ് ഈസ് സോ വെരി ലൈൻ ഫ്രഷ് ഈവൻ ടുഡേ. I want to ask you, sir, how significant is that movie for you? Dil Chahta is, when we shot the film, we never thought it's going to be some cult film, or because Farhan is a young filmmaker. Amir Khan was giving Mela and Man, anganathe padangalokke cheyidondirunna samayanu. So Amir Khan was making Lagan. ആ സമയത്താണ് ഈ പടം ചെയ്യുന്നത്. So Preeti Zinta was a small time actor. Saif Ali Khan was not flying high ആ സമയത്ത്. Akshay Kumar first time with a bald head he came out, first time exposed. So Sonali Bendre, Sonali Kulkarni. So ഇങ്ങനെ എല്ലാവരും വന്നിട്ട് വളരെ സൂപ്പർ സ്റ്റാർസ് അല്ല. അപ്പൊ യങ് പ്രൊഡ്യൂസർ, Excel is a first film. Now it's a big giant company, but that is the first film. So Ritesh and the first film ആണ് director, producer writer. So അങ്ങനത്തെ ഒരു ഇതായ കാരണം it was a fresh film. So we approached it in a very young manner. അപ്പൊ ഇവരൊക്കെ ചെറിയ പിള്ളേരാണ്, അങ്ങനത്തെ ഒരു ഇതിലാണ് അപ്രോച്ച് ചെയ്തത്. Okay. So we never thought it is going to be a cult film or anything. We thought it's a different film. ആ സമയത്ത് ദേവദാസ് പടം വന്നപ്പോ അത് ഞാൻ വിട്ടിട്ട് ഇതാ ചെയ്തത്. So everybody thought I'm mad to accept a film like this. Okay. Because അതിന്റെ ഫസ്റ്റ് ഹാഫില് ഹീറോയിനെ ഇല്ല, ദിൽ ചാത്തയില്. അതെ. Preeti Zinta will come in the second half. അതെ. So the first half there's no romantic song or anything like that. Okay. 3 boys hanging around അവരുടെ ലൈഫാണ്. സോ പടം വന്നതിന് ശേഷം എനിക്ക് ഒരു നോമിനേഷൻ പോലും കിട്ടിയിട്ടില്ല Okay. ആ പടത്തിന്, സിനിമാറ്റോഗ്രാഫിനെ. ഇപ്പൊ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഒന്നും ഞങ്ങൾക്ക് ഏതും കിട്ടിയിട്ടില്ല, നോമിനേഷൻ കിട്ടില്ല. ഞാൻ ആ ഡയറക്ടറിനോ പ്രൊഡക്ഷൻ ഡിസൈനറിനോ ആർക്കും കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് അവാർഡ് പോലും ഒന്നും കിട്ടിയിട്ടില്ല. ഇപ്പൊ എല്ലാവരും പറയുന്നത് അത് ആ പടത്തിനെ കുറിച്ച്. ഇപ്പൊ നിങ്ങൾ 21 ഇയേഴ്സിന് ശേഷം യു ആർ ആസ്കിങ് അബൌട്ട് ദാറ്റ് ഫിലിം. Is the success of the film. That's all it is. It is very much, sir. നമുക്ക് എപ്പോഴും ഒരു റിഫ്രഷ്മെന്റ്. ഇപ്പൊ ഈ OTT വന്നതിന്റെ ഒരു ഗുണം എന്താ സർ, ഈ മൂവീസ് എല്ലാം നമുക്കിപ്പോ ഈസിലി വാച്ചബിൾ ആണ്. വിത്ത് ദി എന്താ പറയാ നല്ല റെസൊല്യൂഷനോട് കൂടിയിട്ട്. ഇറ്റ് ഇസ് എന്താ പറയാ ഒരു സ്ട്രെസ് ബസ്റ്റർ എന്നൊക്കെ പറയില്ലേ, ഇപ്പോഴും ഇറ്റ്സ് സോ റിലവന്റ് ആക്ച്വലി. അതിന്റെ ഒരു ട്രിവിയ പോയിന്റ് ഉണ്ട് സാറിനോട് ചോദിക്കാമെന്ന് വിചാരിച്ച സംഭവമാണ്. അതിൽ ചില കാര്യങ്ങൾ നമ്മൾ വളരെ എങ്ങനെയാണ് ആ ഷോട്ട് എടുത്തത് എന്ന് ചോദിച്ചാൽ അതിലൊരു ബാക്ക് സ്റ്റോറി ഉണ്ടെന്ന് സാറിന്റെ ഒരു ഇന്റർവ്യൂ എനിക്ക് കേൾക്കാൻ സാധിച്ചു. അതായത് അതിൽ അക്ഷയ് ഖന്ന ഓടുന്ന ഒരു സംഭവമുണ്ട്. അത് കുറച്ചു നേരം ഓടുന്ന ഒരു സിഗ്നേച്ചർ ഷോട്ടാണ്. പക്ഷെ അത് എങ്ങനെയാണ് എടുത്തത് സാറെ, അതിന്റെ പിന്നീട് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെയും ഫിലിം മേക്കിംഗ് പോസിബിൾ ആണ് എന്ന് മനസ്സിലായത്. സാർ അതുകൂടി ഒന്ന് പറയണം കേട്ടോ. അക്ഷയ് ഖന്നയുടെ ക്യാരക്ടറിനെ ഡിംപിൾ കമ്പടിയെ പറയും വിൽ യു പെയിന്റ് മീ എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഇയാള് ഭയങ്കര ലവ് ആണ് പുള്ളിക്ക്. സോ ഈ ഗെറ്റ് റിയലി എക്സൈറ്റഡ്. ഈ സ്റ്റാർട്ട് വാക്കിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് ഹർ. ഹി ഡസന്റ് വാണ്ട് ടു ഷോ ദാറ്റ് ഹി ഈസ് ഗോയിങ് ടു റൺ. സോ ഇയാള് വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കുമ്പോൾ സ്റ്റഡി ക്യാം ഇങ്ങനെ ബാക്കിലോട്ട് വന്നിട്ട് അപ്പൊ ഒരു സ്കൂട്ടർ കൊണ്ടുവന്നിട്ട് സ്കൂട്ടറിൽ കയറിയിരുന്നു. സ്കൂട്ടറിൽ കയറിയിരുന്ന ഇതേ റേഞ്ചിലായിരിക്കുമല്ലോ ഷോട്ട്. നീ നടന്ന് വേഗം പോകുമ്പോൾ സ്കൂട്ടർ സ്ലോ ആയിട്ട് പോകും. സ്കൂട്ടർ വേറെ സ്റ്റഡി ക്യാം ഓപ്പറേറ്റർ വന്നു. അപ്പൊ ഇങ്ങനെ ഫോളോ ചെയ്തേണ്ട പറഞ്ഞു പുള്ളി. അപ്പൊ സ്കൂട്ടർ കുറച്ച് പിക്കപ്പ് ചെയ്യാൻ പറഞ്ഞു. നമ്മള് പിക്കപ്പ് ചെയ്യുമ്പോ ഈ സ്റ്റാർട്ട് റണ്ണിങ്. But we told Akshay Khanna walk in this distance. So walking, running, everything in the same distance so that frame remains the same. It doesn't open up, but you run. You were അങ്ങനെ ഒരു ഷോട്ട് എടുത്തത്. So that came out nicely. A lot of people later asked me, how did you do it? But it is for the mood of the scene. That's why you remember that. It's not the shot made the impact. It is the scene made the impact. So that is what the storytelling in the പറയുമ്പോൾ അതാണ് the most important than your cinematography or lighting or anything. How do you tell the story? What do you want is people to remember? See, if you make a
ഡാർക്ക് മൂഡി ഡേസ് ദാറ്റ് ഓക്കെ. ഈ പടങ്ങളൊക്കെ ദിൽഷാത്തെ വന്ന സമയത്ത് ഇന്ത്യയിലെ എത്ര പടം വന്നതാണ് ആ കൊല്ലം? വൈ യു ഡോണ്ട് റിമെമ്പർ ദം? ഇറ്റ് മേ ബി എ വെരി ഡാർക്ക് മൂഡി. ആ കൊല്ലം നാഷണൽ അവാർഡ് വാങ്ങിച്ച പടം ഏതോ പടമായിരിക്കാം. നിങ്ങൾക്ക് ആ പടത്തിനെ കുറിച്ച് ചോദിക്കാൻ തോന്നുന്നില്ല. സിനിമാറ്റോഗ്രാഫി നാഷണൽ അവാർഡ് വാങ്ങിച്ച പടത്തിനെ കുറിച്ച് യു ആർ നോട്ട് ആസ്കിങ് അബൌട്ട് ദാറ്റ് ബിക്കോസ് ദോസ് ആർ different kind of films which is never stayed in your mind. Those images never stayed in your mind. So why certain films images are staying in your mind is because it is to tell the story in a way. So ipo ee black ennu oru padam eduthu aa kollam national award vaangicha padathine aarkum orkunnilla, aa padam release aayitilla. പക്ഷെ ആ സമയത്ത് വേറെ ഒരു പടത്തിന് നാഷണൽ അവാർഡ് കിട്ടി, പക്ഷെ ബ്ലാക്കിന് കിട്ടിയിട്ടില്ല. ഇപ്പോഴും ബ്ലാക്കിനെ കുറിച്ച് എന്നെ ഇന്ന് ഒരു ദിവസം ഒരാൾ ഇന്റർവ്യൂ ചെയ്തു. ബിക്കോസ് അമിതാഭ് ബച്ചന്റെ അപ്പൊ പുള്ളിയുടെ ഒരു ബെസ്റ്റ് ഫിലിമില് ബ്ലാക്ക് ഉള്ളത് കാരണം എന്നെ ഒരാൾ ഇന്റർവ്യൂ ചെയ്തു അതിന്റെ ഫ്രെയിംസിനെ കുറിച്ചൊക്കെ. അപ്പൊ വാട്ട് ഐ എം സേയിങ് ഇസ് 2005 നാഷണൽ അവാർഡ് ഫിലിം ഫെയർ അവാർഡ് വാങ്ങിച്ച പടത്തിന് ആർക്കും ഓർക്കുന്നില്ല. സോ വൈ ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഇസ്. ഇഫ് യുവർ ടൈം വിൽ ടെൽ വിച്ച് ഫിലിം ഇസ് ഗുഡ് ഓർ ബാഡ്, യുനോ ടൈം വിൽ ടെൽ. ബാലുമഹേന്ദ്രയുടെ ഏത് പടം എടുത്ത് നോക്കിയാലാണ് മൂന്നാം വര എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് വിഷ്വൽ, ഓളങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന് വിഷ്വൽ ഓർക്കുന്നുണ്ട്. ഹൗ വൈ ബാലു സാറിന്റെ എല്ലാ പടം നമുക്ക് ഓർക്കുന്നുണ്ട്. എവറി ഫിലിം, ഉൾക്കടലാകട്ടെ, എവറി ഫിലിം ബ്യൂട്ടിഫുള്ളി ഷോർട്ട് ഫിലിംസ് ആണ്. ദോസ് ഫിലിംസ് വിൽ റിമൈൻ ലോങ്ങർ ടൈം. ഇല്ലെങ്കിൽ ഇതൊക്കെ മറ്റേതൊക്കെ വന്നിട്ട് പോവും. സോ യു ഷുഡ് നോട്ട് ബോദർ അബൌട്ട് ദോസ് തിങ്സ്. Kagiske Fool, even now we are talking about it. Sholay we are talking about it. The visuals. ബാലമഹേന്ദ്ര സാറിന്റെ ഏത് പടം എടുത്താലും അത് നമ്മൾ ഇപ്പോഴും അതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അശോക് കുമാറിന്റെ പടങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. നെഞ്ചത്തേക്കല്ലാതെ ഇപ്പോഴും ആ വിഷ്വൽസ് ഒക്കെ പീപ്പിൾ ആർ റിമെമ്പറിങ്. സോ മെട്ടി എന്ന് പറയുന്ന പടം അശോക് കുമാർ എടുത്ത പടമാണ്. സോ ദീസ് ഫിലിംസ് പീപ്പിൾ റിമെമ്പർ. ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. സർ, വിരാസത്ത് എന്ന സിനിമ സാറിന്റെ ഫിലിമോഗ്രാഫി നോക്കുകയാണെങ്കിൽ ഒരു ലാൻഡ്മാർക്ക് സിനിമയായിട്ടാണ് തന്നെയാണ് കാണുന്നത്. The reason why is this because സാറിനെ ബോളിവുഡിലേക്ക് എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു സിനിമ കൂടിയാണ് വിരാസത്ത്. ഒരുപാട് നല്ല വാർത്തകൾ വന്നിരുന്നു, ഒരുപാട് നല്ല അക്ലൈറ്റ്സ് കിട്ടി, അപ്രിസിയേഷൻ കിട്ടി, അവാർഡ്സും സാറിനുണ്ടായിരുന്നു. എന്നാൽ ഈ നല്ല വാർത്തകൾക്കിടയിൽ ഒരു ചെറിയൊരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു സർ. അത് ഒരു തെറ്റായ വാർത്ത ആ സമയത്ത് പ്രചരിപ്പിച്ചതിന്റെ ഒരു ഭാഗമായിട്ട് വന്നൊരു ചെറിയ കുട്ടി കോൺട്രവേഴ്സിയാണ്. അത് മറ്റൊന്നല്ലായിരുന്നില്ല, ആ സിനിമ ചെയ്ത് സാറല്ല മറിച്ച് സന്തോഷ് ശിവനാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തെറ്റായ വാർത്ത ആ സമയത്ത് ഉണ്ടായിരുന്നു. I want to ask you, sir, what was your reaction at that point of time when you heard something like that? That is normal. ഒരു പ്രസ്സുകാർ ഒരാള് റോങ്ങായിട്ട് എഴുതിയ നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഗുഷാരേഷ് എന്ന ഒരു പടം സുദീപ് ചാറ്റർജി ചെയ്ത് സഞ്ജയ് ലീല ബൻസിലൂടെ. അപ്പൊ ഭരണാദേശ് അതിനെ റിവ്യൂ ചെയ്തപ്പോ പുള്ളി സുദീപ് കെ ചാറ്റർജി സിനിമാറ്റോഗ്രാഫി ഗുഡ് എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ സുദീപ് called me and said it's a compliment for me എന്നൊക്കെ പറഞ്ഞു. സോ അങ്ങനെയാണ്. If somebody says my work is looking like സന്തോഷ് ശിവൻസ് വർക്ക്, ഇറ്റ്സ് എ കോംപ്ലിമെന്റ്. ബിക്കോസ് സന്തോഷ് ശിവൻ കാലാപാണി ചെയ്തുകൊണ്ടിരുന്നു ആ സമയത്ത് പ്രിയന്റെ കൂടെ. ഞാൻ വിരാസത്ത് ചെയ്തു. Obviously people thought Santosh only shot it, but good thing is if somebody compare you work with Santosh Shivan's work, it's fantastic because he's one of the greatest cameramen alive. It's a compliment actually. സർ, 1991 കിളിക്കാമ്പേട്ടി എന്ന സിനിമയിലാണ് സർ ആദ്യമായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് സിനിമാറ്റോഗ്രാഫർ ആയിട്ട് സർ വന്നത്. സർ, ഈ ആദ്യ സിനിമ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ഹൃദയത്തോടുകൂടി ചേർത്ത് വെക്കുന്ന സംഭവമാണ്. അതുകൊണ്ട് സർ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തേ ഉള്ളൂ, സർ ആദ്യ ഫ്രെയിം സെറ്റ് ചെയ്തപ്പോഴേ സർ മനസ്സിലുള്ള ഫീലിംഗ് എന്തായിരുന്നു? ആക്ച്വലി യു ലാഫ്. ഞാൻ ആ സെറ്റിലേക്ക് കയറിപ്പോയപ്പോ ഒരു 6th ഫ്ലോർ എന്തോ ഫ്ലാറ്റിലാണ് ഷൂട്ടിങ്. അപ്പൊ കയറിപ്പോയപ്പോ ഭയങ്കര കളേഴ്സ് ഒക്കെ യൂസ് ചെയ്തു വാൾസിലെ മതേതരൊക്കെ. സോ ഐ സെഡ് ഐ ഡോണ്ട് ലൈക്ക് ദിസ് കളർ, ഐ വാണ്ട് ടു ചേഞ്ച് ദിസ് കളേഴ്സ് എന്ന് പറഞ്ഞ് അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു ഞാൻ. അപ്പൊ ഷാജി പറഞ്ഞ ഇവിടെ ഫസ്റ്റ് ഡേ ഷൂട്ടിങ് നീന്തൽ ഷൂട്ടിങ് കഴിഞ്ഞപ്പോഴേ പറഞ്ഞ് ഐ ഡോണ്ട് ലൈക്ക് ദിസ് കളേഴ്സ് കർട്ടൻ ഒക്കെ ഇട്ടിരുന്നത് എനിക്ക് ഇഷ്ടമില്ല. ഐ വാണ്ട് റീപെയിന്റ് ദ ഹൗസ്, റീഫർണിഷ് ദ ഹൗസ്. ബിക്കോസ് ആ വീട്ടിലാണ് മിക്കവാറും ഷൂട്ടിംഗ് ഉള്ളത്. ഐ വാണ്ട് ഹാവ് സം കൺട്രോൾ ഓവർ ദ കളർ പാലറ്റ്സ് ഒക്കെ. ഫിലിമിന്റെ രീതി അങ്ങനെയാണ്, ഒരു കുട്ടിയും ജയറാമും എല്ലാവരും ചേർന്ന് നിൽക്കുന്നതാണ്. അതെ. അപ്പൊ ഞാൻ ഷൂട്ട് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അന്ന് ഷാജി ശരി ഇപ്പൊ നിനക്ക് എന്തൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അത് ആ കളറിനനുസരിച്ച് കളറൊക്കെ മാറ്റി. അതേ സമയത്ത് ഞങ്ങൾ പുറത്തു പോയി ഷൂട്ട് ചെയ്തു റോഡ് സീക്വൻസ് ഒക്കെ. സോ ഒരു ദിവസം ഫസ്റ്റ് ഡേ തന്നെ ഐ റിഫ്യൂസ് ടു ഷൂട്ട്. ഐ വാണ്ടഡ് സർട്ടൻ കളർ. ഇതാണ് തുടങ്ങിയത്. ഐ വാസ് നോട്ട് സെന്റിമെന്റൽ അബൌട്ട് ദാറ്റ്. ഐ വാസ് വെരി അഡമന്റ് അബൌട്ട് വാട്ട് ഐ വാണ്ട്. സോ ദാറ്റ് വാസ് ദ start. So Shaji was surprised that a cameraman first film break ചെയ്തപ്പോ ഇവൻ വന്നിട്ട്
he knows what he wants at Okay. least. അങ്ങനെ ഒരു ഇത്. So as a director, he could have said, no, you shoot Sure. this. But he gave me a full freedom to change the color. He wanted a difference. So he said, okay, നീ ചെയ്താന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി വരെ നീ ഒരു ദിവസം നോക്കി അമിതാഭ് ബച്ചന്റെ പടം നീ ഷൂട്ട് ചെയ്യും ബോംബെയിലെ. ആ സമയത്ത് ഞാൻ അവിടെ വരുമ്പോ നീ എനിക്ക് എന്നെ കണ്ടിട്ട് ഹായ് എന്നൊക്കെ പറഞ്ഞേ. സെയിം തിങ് ഹാപ്പൻ. ഐ വാസ് ഷൂട്ടിങ് ഇൻ ബോംബെ ബ്ലാക്ക് പടത്തിന് ഷൂട്ട് ചെയ്തിട്ട് ഷാജി വന്നിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പുറത്തു പോയി ഷാജിനെ കാണാൻ പോയി. ബിക്കോസ് സഞ്ജയ് ലീല ബൻസാലി സെറ്റിൽ യു കാൻ എൻറ്റർ ലൈക്ക് ദാറ്റ്. സോ വെരി സ്ട്രിക്റ്റ് ആണ്. അപ്പൊ ഷാജിനെ പുറത്ത് കാണാൻ പോയി. അപ്പൊ ഷാജി നീ എന്തിനാ ഷൂട്ടിങ് ചോദിച്ചു. ഞാൻ പറഞ്ഞു മിസ്റ്റർ ബച്ചന്റെ കൂടെ ഷൂട്ട്. അപ്പൊ പുള്ളി പറഞ്ഞില്ലേ ഞാൻ അന്നേ പറഞ്ഞില്ലേ നീ അമിതാഭ് ബച്ചന്റെ കൂടെ ഷൂട്ട് ചെയ്ത് ഞാൻ കാണുന്നത്. അത് നടന്നതാ. എനിക്ക് സന്തോഷമായിരുന്നു പറഞ്ഞു. ദാറ്റ് വാസ് ഹിസ് ബ്ലെസ്സിങ് ഇൻ എ വേ. Shaji is a guy who believed in me, actually. Even when I did a film like Mafia, the producer wanted somebody else to shoot the film. അപ്പോൾ ഷാജി പറഞ്ഞ് നിനക്കെതിരെ ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ പടത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ ക്യാമറയുടെ പ്രശ്നമല്ല. അപ്പൊ ഞാൻ റെഡിയാക്കാന്ന് പറഞ്ഞിട്ട് പുള്ളി ലാസ്റ്റ് ഡേ പറഞ്ഞ് എനിക്ക് രവി തന്നെ വേണം. അങ്ങനെ ഞാൻ പോയി ഷൂട്ട് ചെയ്യേണ്ടി വന്നു ലാസ്റ്റ് മിനിറ്റില്. അപ്പൊ അതുവരെ പുള്ളി വേറെ ഒരു ക്യാമറമാൻ സൈൻ ചെയ്തവരെ ഒന്നും മിണ്ടാതിരുന്നു. ലാസ്റ്റ് മിനിറ്റില് ഞാൻ തന്നെ വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പോയി ഷൂട്ട് ചെയ്ത്. അങ്ങനെ ഷാജി വാസ് സപ്പോർട്ടീവ് ടു മീ. സോ അങ്ങനെയാണ് മാഫിയ ചെയ്തത് ഞാൻ. ഇറ്റ് വാസ് ആക്ച്വലി സൈൻഡ് ബൈ എ ഡിഫറെന്റ് ക്യാമറമാൻ. സർ യൂഷ്വലി ഉണ്ടല്ലോ ആക്ടേഴ്സ് പറയുന്ന ഒരു കാര്യമാണ് വെൻ ദേ ഡു ആൻ ഇന്റൻസ് ഓർ മേ ബി ഒരു ഡ്രമാറ്റിക് ആയിട്ടുള്ള ഫിലിം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ആ സിനിമ കഴിഞ്ഞാലും അതിന്റെ ഒരു ഹാങ് ഓവർ ഉണ്ടാവും എന്ന് പറയാറുണ്ട്. സോ ബട്ട് ഐ വോണ്ട് ടു ആസ്ക് യു ലൈക്ക് ഡസ് ദാറ്റ് ഹാപ്പൻ വിത്ത് ടെക്നീഷ്യൻസ് ഓൾസോ? കാരണം ആക്ടേഴ്സിനേക്കാളും കൂടുതലും സർ ഇത്തരം കാര്യങ്ങൾ നിൽക്കുന്നത് ടെക്നീഷ്യൻസ് അല്ല സർ. ഈവൻ ഫ്രെയിമിന് മുമ്പും കഥയ്ക്ക് പോസ്റ്റും. സോ ഡു യു ഹാവ് എനി സച്ച് മൊമെന്റ്സ് ഓഫ് ഹാങ് ഓവർ? ബിക്കോസ് യു ഹാവ് ഡൺ എ ലോട്ട് ഓഫ് ഇന്റൻസ് ഫിലിംസ്. ഹാങ് ഓവർ എന്ന് വെച്ചാൽ എങ്ങനെയൊക്കെ വരുന്ന വെച്ചാൽ ഞാൻ ഷൂട്ടിംഗ് വിത്ത് യുവ വിത്ത് സഞ്ജയ് ലീല ബൻസാലി. ഓക്കെ, യുവ വിത്ത് മണിരത്നം. അത് കഴിഞ്ഞിട്ട് ഐ എം ഗോയിങ് ടു സഞ്ജയ് ലീല ബൻസാലിയുടെ ബ്ലാക്കിന് പോകുന്നത് നെക്സ്റ്റ് ഡേ. അപ്പൊ ഈവനിങ് പാക്കപ്പ് പറഞ്ഞപ്പോ മണി സാർ പറഞ്ഞ് സോ പടം കഴിഞ്ഞ് ഐ എം ഗോയിങ് ടു പ്ലേ ഗോൾഫ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാനും അജയ് ദേവ്ഗൺ പറഞ്ഞ് ഐ എം ഗോയിങ് ഫോർ എ നെക്സ്റ്റ് ഫിലിം. ഐ സെഡ് ഐ എം ഓൾസോ ഗോയിങ് ഫോർ ദ നെക്സ്റ്റ് ഫിലിം. വെൻ ഇൻ ദ ഈവനിങ് ഓൺലി നൈറ്റ് ഫ്ലൈറ്റ് വി ആർ ടേക്കിംഗ്. ഹി ഈസ് ഗോയിങ് ടു ബോംബെ, ഐ എം ഗോയിങ് ടു സിംല. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ഫിലിമിലോട്ട് ചാടുക. അങ്ങനെയാണ് ഒவ்வொரு പടം ഐ വാസ് ഷൂട്ടിംഗ്. ദിൽചാദ കഴിഞ്ഞ ഉടനെ ഇമ്മീഡിയറ്റ്ലി ഐ എം ഷൂട്ടിംഗ് കണ്ണത്തിൽ ബന്ധപ്പെട്ടാണ്. Each film is completely different. True. So very different. Savariya കഴിഞ്ഞ ഗജിനി ഷൂട്ട് ചെയ്യുന്നു. സാവർ ആൻഡ് ഗജിനി ആർ കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. റഡ്നെ ബനാജി ജോഡിയും ഫിറാഗ് എന്ന് പറയുന്ന പടം നന്ദിത ദാസിന്റെ ഫസ്റ്റ് ഡയറക്ടോറിയം. സോ ഈച്ച് വൺ ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഫിലിംസ്. അപ്പൊ ഒരു പടം കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ഞാൻ പോയി ആ പടത്തിലോട്ട് ജോയിൻ ചെയ്യും. ചിലപ്പോ ഇവിടെ ഓവർലാപ്പ് ആകുമ്പോൾ ഇവിടെ അസിസ്റ്റന്റിനെ വിട്ടിട്ട് അവിടെ പോകും. അങ്ങനെയൊക്കെ പോയത്. സ്വിച്ചിങ് ഗിയർ വിൽ ടേക്ക് ടൈം ടു ഗെറ്റ് ഇൻ ടു ദ റിതം. അപ്പൊ ഞാൻ മണി സാറിന്റെ പടം വർക്ക് ചെയ്തപ്പോ മണി സാർ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ഷൂട്ട് ചെയ്യും. ഒരു 50 ഷോട്ട്സ് ഒക്കെ എടുക്കും ഒരു ദിവസം. അവിടെ നോക്കിയ സഞ്ജയ് ലീല ബൻസാലി 2 ഷോട്ടേ എടുക്കുള്ളൂ. ഞാൻ അവിടെ പോയി വെപ്രാളം വെച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ പുള്ളി വിചാരിച്ച് ഇവൻ എന്തോ തട്ടിക്കൂട്ടുക നമ്മളെ പടത്തിനെ എന്ന് പറഞ്ഞിട്ട് ഷൂട്ടിംഗ് നിർത്തിയിട്ട് പുള്ളി പോയി റഷൊക്കെ കണ്ടിട്ട് വന്നു. കണ്ടിട്ട് കെട്ടിപ്പിടിച്ചിട്ട് ഉറപ്പുവരുത്താൻ പുള്ളി പറഞ്ഞ് ഞാൻ സത്യത്തിൽ വിചാരിച്ച് നിങ്ങള് തട്ടിക്കൂട്ടുക. ബിക്കോസ് പുള്ളിയുടെ ഏർലിയർ ക്യാമറമാനൊക്കെ വളരെ ടൈം എടുത്ത് ഭയങ്കരമായിട്ട് നോക്കി ചെയ്തതാണ്. നമ്മള് ഈ മണി സാറിന്റെ സെറ്റിൽ നിന്ന് കയറിയത് കാരണം ക്യാമറ പുള്ളിയുടെ 1 വീക്ക് ഷൂട്ടിംഗ് ഒരു ദിവസം ഞാൻ ഷൂട്ട് ചെയ്തു. അപ്പൊ പുള്ളിക്ക് ഒരേടായി 1 വീക്ക് പ്ലാൻ ചെയ്ത ഷൂട്ടിംഗ് ഷെഡ്യൂൾ കംപ്ലീറ്റ് ഒരു ദിവസത്തിൽ ഷൂട്ട് ചെയ്താൽ ഇത് കുഴപ്പമാണെന്ന് പറഞ്ഞിട്ട് ബ്ലാക്ക് പോയി റഷസ് കണ്ടിട്ട് വന്ന് പുള്ളി കെട്ടിപ്പിടിച്ച് പറഞ്ഞ് ഇങ്ങനെ ഭയങ്കര ലുക്കാന്ന്. നിങ്ങൾ എങ്ങനെ ഷൂട്ട് ചെയ്യുന്നു? ഞാൻ പറഞ്ഞു നമ്മളൊക്കെ മലയാളപ്പെടുത്തി എന്ന് പറയുന്നത് 2 ലൈറ്റ് കിട്ടിയാലും വലിയ കറിയാണ്. പ്രിസൈസ് ആയിട്ട് ആ ലൈറ്റ് ഇട്ടിട്ട് ഷൂട്ട് ചെയ്യും നമ്മൾ. അപ്പോഴൊക്കെ ഈ HMI ലൈറ്റ് എന്ന് പറഞ്ഞാൽ 1 ചോദിച്ചാലോ 2 ചോദിച്ചാലോ ഭയങ്കര ബഡ്ജറ്റാണ്. അപ്പൊ നമ്മൾ ഇതിലൊക്കെ 80 HMIs ഒക്കെയാണ് ഉള്ളത് ഈ ബ്ലാക്കിലൊക്കെ. അപ്പൊ ചെന്നൈ, ഹൈദരാബാദ് അപ്പോഴൊക്കെ ഒരു വെണ്ടറിന്റെ അടുത്തില്ല. ചെന്നൈ, ഹൈദരാബാദ്, കർണാടക എല്ലാ സ്ഥലത്തു നിന്നും ട്രക്കില് ലൈറ്റ്സ് വരും. എല്ലാ ലൈറ്റ്സും സെറ്റില് കാണും. ഈ 80 HMIs ഒക്കെ കാണും സെറ്റില്. 80 HMIs എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. അപ്പൊ ഇപ്പൊ കിട്ടും ആ ലൈറ്റ്സ് ഒക്കെ. മുമ്പ് ലൈറ്റ്സ് ഇല്ല. സോ ഡിഫറെന്റ് ലൈറ്റ് മാൻ വിൽ കം ഫ്രം ഡിഫറെന്റ് സ്റ്റേറ്റ്സ്. അങ്ങനെ ഷൂട്ട് ചെയ്ത ആ പടം. സർ ഇനി ഞാൻ ചോദിക്കുന്നത് സാറിന് പണ്ട് വന്നൊരു വയറുവേദനയെ കുറിച്ചാണ്. ആ വയറുവേദനയോട് സാറിന് 2 നഷ്ടങ്ങൾ ഉണ്ടായി എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. ഒന്ന് ഒരു നാഷണൽ അവാർഡും പിന്നെ ഒരു ടെലിഫോൺ കണക്ഷനും. സർ ഓർക്കുന്നുണ്ടോ? സാറിന് പണ്ട് ഒരു അപ്പൻഡിസൈറ്റിസ് വന്നതും അത് കാരണം തേന്മാവിൻ കൊമ്പത്ത് സൈൻ ചെയ്യാൻ പറ്റാതെ വന്നതും അതുകൊണ്ട് KV ആനന്ദ് സാർ ആ ഫിലിം എടുക്കാനിടയാവുകയും പുള്ളിക്ക് നാഷണൽ അവാർഡ് കിട്ടുകയും സാർ ഓർക്കുന്നുണ്ടോ? പ്രിയൻ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഈ പടം ചെയ്യാൻ വിളിച്ചപ്പോ എനിക്ക് അപ്പൻഡിസൈറ്റിസ് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. ആ സമയത്ത്
എനിക്ക് ആ പടത്തിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ പ്രിയന് വന്ന് പെട്ടെന്ന് PC സാറിനെ വിളിച്ചു ചോദിച്ചു. അങ്ങനെ പറഞ്ഞ് PC സാർ KV ആനന്ദിനെ റെക്കമെൻഡ് ചെയ്യും. KV ആനന്ദ് നന്നായിട്ട് ഷൂട്ട് ചെയ്തിട്ട് അപ്പൊ കേരള സ്റ്റേറ്റ് അവിടെ കിട്ടിയിട്ടില്ല പുള്ളി. അപ്പൊ ഞാൻ പറഞ്ഞ് KVയുടെ അടുത്തത് നീ വേണമെങ്കിൽ നോക്കിയോ, നിനക്ക് നാഷണൽ അവാർഡ് കിട്ടിയിടേ എന്ന് പറഞ്ഞു. അങ്ങനെ നാഷണൽ അവാർഡ് കിട്ടി. അപ്പൊ KVക്ക് നാഷണൽ അവാർഡ് കിട്ടിയത് എനിക്ക് വിഷമില്ല. എനിക്കെന്ത് പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ടെലിഫോൺ കിട്ടിയില്ല, അവന് ടെലിഫോൺ ഉണ്ട്, എനിക്കില്ല. അങ്ങനെയാണ് ഞാൻ ജലസായത് KVയുടെ അടുത്ത്. ബിക്കോസ് അപ്പോഴൊക്കെ ഒരു ടെലിഫോൺ കണക്ഷൻ എന്ന് പറഞ്ഞാൽ 3 കൊല്ലമാണ്. അപ്പൊ എന്റെ പേരിൽ ഒരു ടെലിഫോൺ നമ്പർ ഇല്ല. നമ്മളെ ആരെങ്കിലും വിളിക്കണമെങ്കിൽ എന്റെ ഫാദറിന്റെ വീട്ടിൽ വിളിച്ചിട്ട് അവർ ഫോൺ എടുത്ത് റൈറ്റ് ഡൗൺ ചെയ്താലേ നമുക്ക് ആ മെസ്സേജ് കിട്ടുള്ളൂ. അത് കിട്ടുമ്പോൾ 2 ദിവസങ്ങളൊക്കെ ആകും. ഫൈനലി ടു ഗെറ്റ് ദ ടെലിഫോൺ ഐ ഹാവ് ടു സ്ട്രഗിൾ ഫോർ മെനി ഇയേഴ്സ് ടു ഗെറ്റ് ദ ടെലിഫോൺ നമ്പർ. അങ്ങനെ സർ, യൂഷ്വലി നമ്മൾ ഈ സ്റ്റേജിൽ എത്തുമ്പോണ്ടല്ലോ നമ്മളൊരു റാപ്പിഡ് ഫയർ റൗണ്ടിലേക്കാണ് പലപ്പോഴും പോകാറ്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ സർ ആണ് വന്നതുകൊണ്ട് നമ്മൾ റാപ്പിഡ് ഫയറിലേക്ക് പോകുന്നില്ല. ഇൻസ്റ്റെഡ് സർ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, റൈറ്റ് പീപ്പിൾ ഹു കം ഇൻ ടു യുവർ ലൈഫ് അറ്റ് ദ റൈറ്റ് മൊമെന്റ് മേക്ക് ഓൾ ദ റൈറ്റ് ചേഞ്ചസ് എന്ന് സർ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ചില ആൾക്കാരുടെ പേരുകൾ പറയാം സർ. മോസ്റ്റ്ലി ഡയറക്ടേഴ്സ് ആണ്, അതിൽ 2 പേർ ആക്ടേഴ്സ് കൂടിയാണ്. പക്ഷേ യു ഹാവ് ടു ടെൽ മീ വൈ ഓർ വാട്ട് മേക്സ് ദം റിയലി സ്പെഷ്യൽ എന്ന്. ഞാൻ അവരുടെ പേരുകൾ പറയാം സർ. അവരുമായി അസോസിയേറ്റഡ് മെമ്മറി ഓർ ആസ് ഐ ആസ്ക്ഡ് യു, അവരെ സ്പെഷ്യൽ ആക്കുന്നത് എന്താണ് സർ എന്ന് പറയണം. ആദ്യത്തെ വ്യക്തി സഞ്ജയ് ലീല ഭൻസാലി. സഞ്ജയ് ലീല ഭൻസാലി he called me to do Devdas. അപ്പോൾ ഞാൻ ചെയ്യാൻ പറ്റില്ല. I took film like Dil Chahta Hai. So he was very taken aback because Dil Chahta Hai പുതിയ ഡയറക്ടർ വന്ന് പുതിയ പ്രൊഡക്ഷൻ ഹൗസ് ആണ്. ഇത് വലിയ പ്രൊഡക്ഷൻ ഹൗസ് ആണ്, വലിയ ഹീറോക്കളെ അഭിനയിക്കുന്ന പടമാണ്. സഞ്ജയ് ലീല ഭൻസാലി എന്നെ വിളിച്ചപ്പോൾ ഞാൻ ആ പടം ചൂസ് ചെയ്യാതെ കാരണം പുള്ളി പറഞ്ഞ് അടുത്ത പടം ചെയ്യാൻ നമുക്കെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് ഞാൻ സഞ്ജയ് സാറായിട്ട് മീറ്റ് ചെയ്യുന്നു. I really like Sanjay Leela Bhansali's films because the way he loves cinema and is the way he designed the whole film. ഭയങ്കര സെൻസിബിൾ ക്യാരക്ടറാണ്, വളരെ മെഡിക്കുലസ് ആണ് പുള്ളി. He knows everything about colors, costumes, little art properties, to even the hairstyle, even the lipstick color he knows. He's got a great eye for visual thing, and he is a terrific editor and music composer now. He knows dance form, everything, so he's a very complete authorship on the പുള്ളിയുടെ പടങ്ങൾ കണ്ട you can feel he is in control. Nobody is to question him. He's a very rare breed. സർ, അടുത്ത ആള് മണിരത്നം. മണി സാറിന്റെ വലിയ ഗ്രേറ്റസ്റ്റ് ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ he trusts you as a technician. If you are an editor, if you are a sound designer, he will completely trust you to do things, അപ്പൊ പുള്ളി ആദ്യം ഒരു ഫീൽ മാത്രമേ പറയുള്ളൂ. then he will expect you to come with some fresh ideas. നമ്മൾ ഒരു ബുക്കിൽ കണ്ടത് അതൊക്കെ പറ്റില്ല. so you need to come up with something new. so അപ്പൊ നമ്മൾ തിങ്ക് ചെയ്യാൻ പറ്റും. there is a story, how to tell it. so we sit and read the script multiple times and go and tell him we can do like this, we can do like that. Then whether he likes it or not, he has a very good knowledge about camera and all. Mani is and he believes in very quicker shooting style because he doesn't like too many rehearsals and all. He just shoot. There's a magic comes. There's something naturally happens. സർ, അടുത്തത് ആമിർ ഖാൻ. ഒരു റീസൺ ഉണ്ട് ആമിർ ഖാന്റെ പേര് പറയാൻ. കാരണം സർ ഡോണും ക്രിഷും ഫനിയും 3 സിനിമ വേണ്ട വെച്ചിട്ടാണ് അതിൽ 3 ചോയ്സ് വന്നപ്പോൾ സർ ചൂസ് ചെയ്ത് ഫനി ആയിരുന്നു. വാട്ട് വാസ് ദ റീസൺ? ക്രിഷ് വന്നപ്പോ I already did a film called Koi Mil Gaya. Then Don, I was not a very big fan of Don original. പടം മാത്രം കണ്ടിട്ടുള്ളൂ. പക്ഷെ I'm not a big fan of that film. Yeah, but then it was Farhan Akhtar, sir. Farhan Akhtar, but I was telling Farhan you should not do that because I told him you are an original voice, come with an original story, not a remake of an old film. That's what I was telling him. And I was not very keen on doing that film actually. Fana, on the other hand, it's a very interesting combination with Amir Khan and Kajol never acted together, so അതിനുശേഷം അവർ പിന്നെ അഭിനയിക്കുന്നത് അറിയത്തില്ല. As a romantic pair, it's a very and story also. One of my friend Shibani wrote it, so I know. And Adi's film it is Adi Chopra because he wanted me to shoot the film. So അങ്ങനെ ഒരേ ദിവസം 3 സ്ക്രിപ്റ്റ് ഞാൻ വാങ്ങിച്ചിട്ട് then I accepted Fana. That's how it is. 3 films I did with Amir Khan. All 3 of them are very different. One is Dil Chahta Hai, Gajini, and Fana. Yeah. So all 3 are very distinctly different films. Very much. And Amir also was telling,
films what I have done with you are really big hit films. We should do something soon. So that is why, Amir, everybody says he will interfere, he is perfectionist. That's a lie, actually. He doesn't interfere. He never did that in these 3 films I worked. He does everything before shooting. Like whatever correction he wanted to do, he will sit with the director and make it. But he will not come to a set and take over the film. He will let the director direct. He doesn't interfere with the director. He just act and go away. So I always get surprised what people are saying, why they are saying about it. True. But he has always been very professional, very respectful for the director. He never made the director uncomfortable in front of the crew or anything. Whatever he wants to say, he would have said it long ago before start shooting. So the process takes time. Once he trusts the director and come into the film, he never ever, I never seen him coming into a monitor and change this thing like that. He never said that. Okay. In 3 films I used to. And, Murugadas's first Hindi film, Farhan's first film, Fana, Dil Chahta Hai is Farhan's first film. Even Kunal Kohli's big film was there. He never interfere, anything. Even a small actor comes and tell nowadays, but he never did that. So the next name is Shah Rukh Khan. I remember first time I was shooting him car commercial. Honda in the car commercial India first commercial ചെയ്യാൻ വേണ്ടി പുള്ളിനെ വിളിക്കുന്നത്. So അതാണ് story. So we shot 4-5 ads that 4-5 days. പുള്ളി ad shoot ചെയ്യുന്ന കണ്ടിട്ട് പുള്ളി പറഞ്ഞു we have to work together. So immediately he called 2 producers and made them give my advance. That those films didn't happen, but he gave advance for me. So angana the entire relationship with Shah Rukh started. A film Pehli. Pehli, yes. So he called me to shoot that film. Then they called me to do, My Name is Khan. Then I did My Name is Khan. Then I did Rab Ne Bana Di Jodi. Shooting a Shah Rukh Khan as a star is a different thing. Shooting a star into a character is a very different thing. Sir, Karan Johar. What about Karan Johar, sir? Karan Johar is the most lovable guy in the sense he is very helpful to everybody. When you see a talent, he appreciates. Karan Johar is a person who really helps many people, introduce many people. Star sons in the advantage. So and so son, immediately one thing is you're getting. Yeah. See, people get a recognition. But that is a beginning push. Then they have to prove themselves for longer run. Nothing can be done. So Karan as a person is one of the gem, a very, very nice person. And he's a great director also. So the last person who is also your very favorite is Rajiv Menon. Rajiv Menon and me are friends. Avadam Thodangiyadanu. India one of the first Steadicam operator. പുള്ളി എന്നെ എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ ഒരു അഡ്വർടൈസിങ് കമ്പനി നടത്തുന്നുണ്ട്. വി ഗെറ്റ് ക്യാമറാമെൻസ് ഫ്രം ബോംബെ ആൻഡ് ടു ഷൂട്ട് ഓൾ ദ ബിഗ് ക്യാമറാമെൻസ് ലൈക്ക് അശോക് മേത്ത അവരവരൊക്കെ വന്ന് ഷൂട്ട് ചെയ്യും. സോ ഐ വെന്റ് ആൻഡ് ജോയിൻഡ് ഹിം ടു മീറ്റ് ദിസ് ബോംബെ സെലിബ്രിറ്റി ക്യാമറാമെൻസ്. അങ്ങനെയാണ് രാജീവ് ഞാനും ജേർണി തുടങ്ങിയത്. ദെൻ when he shot, directed, Minsara Kanavu and Kandukonde, I shot both of them. Yeah. Great, sir. So, sir, final winding up ആണ്. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് ക്വസ്റ്റ്യൻ സർ. സർ, December 19 1991 സാറിന്റെ ആദ്യ സിനിമ കിലിക്കാമ്പറ്റി റിലീസായത്. എന്ന് വെച്ചാൽ ഇപ്പോൾ 31 വർഷമായി രവി കിഷന്ദ്രൻ എന്ന വ്യക്തി സിനിമാ ലോകത്ത് വന്നിട്ട്. സർ പറഞ്ഞു ആദ്യ ഫ്രെയിം സെറ്റ് ചെയ്തപ്പോൾ എന്താണ് വേണ്ടതെന്ന് കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു. ബട്ട് നൗ ഇപ്പോൾ ക്യാമറയുടെ പുറകെ നിന്നിട്ട് സാർ നിൽക്കുമ്പോൾ what mind space are you in, sir? See, unless it is challenging, somebody challenge your, lighting or shot division, it doesn't excite me. So I try to do something on my own to excite myself. Like, in the sense, I come up with a story, lighting style, then I struggle to use it. That is what excites me nowadays. And unless it's a really good, interesting film where I can do something. Otherwise, most of the things are in a regular pattern. So unless you get a film like Ponniyin Selvan or something like that big, you can think something different and start doing it. When I'm standing next to the camera now,
I look for challenges. The one thing is normally I change new assistants. I'll get them a film and send them away. So when the new boys come, then you're on your toes. You have to do everything. You have to teach them and you have to survive the day. So appo mind കുറച്ചുകൂടെ sharp ആയിരിക്കും. That's what I do. രവി കെ ചന്ദ്രന്റെ ഏറ്റവും വലിയൊരു കഴിവ് എന്താണെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാണ്ടല്ലോ സാർ, ഞാൻ സാറിന് ഒരു ഒറ്റ ഇന്റർവ്യൂ മിസ്സാക്കിയിട്ടില്ല. കുത്തി ഇരുന്നിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ്. സാറിന്റെ ഏറ്റവും വലിയ ടാലന്റ് എന്താ വെച്ചാൽ ഞാൻ എന്താ പറയാ അറിയും, സാറിന് ബോറടിക്കാനുള്ള കഴിവുണ്ട്. പെട്ടെന്ന് ബോറടി വരുന്നു. ബോറടിക്കുന്നതുകൊണ്ടാണ് സാർ ഇത്രയും വ്യത്യസ്തമായി ചിന്തിക്കുന്നതും സാറിന്റെ ഓരോ ഫ്രെയിംസും ഓരോ സിനിമയും ഇത്രയും യൂണീക്കും ഇത്രയും സ്പെഷ്യൽ ആവുന്നു സാർ. സോ സാർ ബോറടിച്ചോളൂ കേട്ടോ, ഒരു കുഴപ്പമില്ല. കീപ് ഡൂയിങ് ദാറ്റ് ആൻഡ് കീപ് ക്രിയേറ്റിംഗ് മാജിക് ഫോർ us, സർ. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഓൺ ദ ഷോ. Thank you. Made in Kerala, made in Kerala. Radio City Originals.